ഹായ് ഓൾ, വെൽക്കം ടു കരിയർ മലയാളം 24/7. എൻ്റെ പേര് ജിജി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ്. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഞായറാഴ്ചകളിൽ അതിന്റെ റിവിഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഞായറാഴ്ചകളിലാണ് അതിന്റെ റിവിഷൻ വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്താനായി കേരളത്തിൽ വികസിപ്പിച്ച AI മൊബൈൽ ആപ്പ് ഏതാണ്? പ്ലാനറ്റ്, നിയോഫൈറ്റ് ID, ഗ്രീൻ കേരള ആപ്പ്, ഈ അധിനിവേശ. അശ്വതി, ഗുഡ് മോർണിംഗ്. ഇന്ന് കൃത്യസമയത്ത് എത്തിയല്ലോ. അശ്വതി, ഗുഡ് മോർണിംഗ്. ഡാർക്ക് വെബ്, ഗുഡ് മോർണിംഗ്. ക്രിയേറ്റീവ്, ഗുഡ് മോർണിംഗ്. കണ്ണുണ്ണി സി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ലിബിനി, ഗുഡ് മോർണിംഗ്. ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. നിയോഫൈറ്റ് ID ആണ് വരുന്നത്. അടുത്തത്: സ്ത്രീകളുടെ ഡിജിറ്റൽ സുരക്ഷയ്ക്കായി ദേശീയ വനിതാ കമ്മീഷനും ട്രൂ കോളറും ചേർന്ന് ആരംഭിച്ച പദ്ധതി ഏതാണ്? സൈബർ സുരക്ഷാ പദ്ധതി, ഡിജിറ്റൽ ശക്തി, സുരക്ഷിത നാരി, ട്രൂ സൈബർ സഖി. ഏതാണ്? അശ്വതി ബി ആണ്. ആരാധ്യ ബി ആണ്. ഡാർക്ക് വെബ് ബി ആണ്. ലിബിനി ബി ആണ്. ക്രിയേറ്റീവ് നേരത്തെയാണ് പറഞ്ഞത്. ഓക്കെ. ബി ഫോർ വ്ലോഗ് ഡി ആണ്. കണ്ണുണ്ണി ഡി ആണ്. ഡാർക്ക് വെബ് ഡി ആണ്. ആരാധ്യ ഡി ആണ്. യെസ്, കറിയ ഡി ആണ്. ആൻസർ നോക്കാം. ലിബിനി ബി ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ട്രൂ സൈബർ സഖി ആണ് വരുന്നത്. ട്രൂ സൈബർ സഖി ആണ് വരുന്നത്. അടുത്തത് JSD ശരിയാണ്. ലോകത്തിലെ ആദ്യ 3D പ്രിന്റ് റോക്കറ്റ് എഞ്ചിനായ അക്ലൈറ്റ് വിജയകരമായി പരീക്ഷിച്ച സ്റ്റാർട്ടപ്പ് ഏതാണ്? അക്നുഗുൽ, കോമോസാസ്, സ്കൈറൂട്ട് എയറോസ്പേസ്, പിക്സൽ, ബെല്ലാട്രിക് എയറോസ്പേസ്. ഏതാണ്? ഏതാണ് വരുന്നത്? സ്കറിയ എ ആണ്. ഡാർക്ക് വെബ് എ ആണ്. V4 ബ്ലോക്ക് എ ആണ്. JSA ആണ്. ഓപ്ഷൻ എ ആണ് അഗ്നികുൽ. യെസ്, കോസ്മോസ് ആണ് വരുന്നത്. അടുത്തത്: MLA മാരുടെ സഭയിലെ ഇടപെടലുകളും ഹാജറും പൊതുജനങ്ങൾക്ക് വിലയിരുത്താനായി കേരളത്തിൽ ആരംഭിച്ച പോർട്ടൽ. നിയമസഭ ഡിജിറ്റൽ, MLTrack.com, സഭാവേദി, ജനപ്രതിനിധി പോർട്ടൽ. ഏതാണ്? ക്രിയേറ്റീവിന്റെ കാണും. ഓക്കെ, ഫസ്റ്റ് ക്രിയേറ്റീവ് ഫസ്റ്റ് എഴുതി, അതാണ് കാണാത്തത് കേട്ടോ. V4 വ്ലോഗ് ബി ആണ്. കണ്ണുണ്ണി ബി ആണ്. ഡാർക്ക് വെബ് ബി ആണ്. ആരാധ്യ ബി ആണ്. അശ്വതി ബി ആണ്. JSB ആണ്. ലിബിനി ബി ആണ്. ആൻസർ നോക്കാം. ഓപ്ഷൻ ബി തന്നെയാണ്. MLAtrack.com. അടുത്തത്: 35ാമത് സരസ്വതി സമ്മാൻ നേടിയ രാംകുമാർ മുഖോപാധ്യായയുടെ കൃതി ഏതാണ്? മനുഷ്യൻ, ബംഗാൾ ഗാഥ, ഹരപാർവതി ഗാഥ, നീലാംബരി. യെസ്, ലിബിനി.
ആരാധ്യ സി ആണ്. വി ഫോർ ബ്ലോഗ് സി ആണ്. അശ്വതി സി ആണ്. കണ്ണുണ്ണി സി ആണ്. ക്രിയേറ്റീവ് സി ആണ്. ഡാർക്ക് വെബ് സി ആണ്. JSC ആണ്. ആൻസർ ഓപ്ഷൻ സി തന്നെയാണ്. ഹരപാർവതി കഥയാണ് വരുന്നത്. JSC ശരിയാണ്. അടുത്തത് NBA ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം? മൈക്കൽ ജോർദാൻ, കോബി ബ്രയന്റ്, ലെബ്രോൺ ജെയിംസ്, സ്റ്റീഫൻ കേറി. ഏതായിരുന്നു? ഏതായിരുന്നു? കണ്ണുണ്ണി ബി ആണോ എന്നൊരു ഡൗട്ടാണ്. ബി ഫോർ ബ്ലോഗ് സി ആണോ എന്നൊരു ഡൗട്ടാണ്. രണ്ടുപേർക്ക് ഡൗട്ടാണ്. അശ്വതിക്ക് കൺഫേം ആണ് സി എന്ന്. JSC ആണ്. ക്രിയേറ്റീവ് NBA ആണ്. ആരാധ്യ സി ആണ്. ക്രിയേറ്റീവ് യെസ്. ലെബോൺ ലിബിനി ബി ആണ്. യെസ്, ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ലെബ്രോൺ ജെയിംസ് ആണ് വരുന്നത്. അന്തരിച്ച റോബർട്ട് മുള്ളർ ഏത് അന്വേഷണ ഏജൻസിയുടെ മുൻ ഡയറക്ടർ ആയിരുന്നു? CIA, മൊസാദ്, ഇന്റർപോൾ, FBI. ഏത് അന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ആയിരുന്നു റോബർട്ട് മുള്ളർ? ബി ഫോർ ബ്ലോഗ് ബി ആണ്. സ്കറിയ ബി ആണ്. ഡാർക്ക് വെബ് ബി ആണ്. JSB ആണ്. കണ്ണുണ്ണി മൊസാദ്, ക്രിയേറ്റീവ് FBI, അശ്വതി ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. FBI ആണ് വരുന്നത്. അടുത്തത് കേന്ദ്ര സർക്കാർ ലക്ഷ്യം അനുസരിച്ച് 2035ഓടെ ഫോസിൽ ഇതര സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദന ശേഷി എത്ര ശതമാനമായി ഉയർത്താം? 40, 50, 60, 75. എത്രയാണ് വരുന്നത്? 40, 50, 60, 75. ആരാധ്യ സി ആണ്. ക്രിയേറ്റീവ് വി ഫോർ ഡി ആണ്. സിക്സ്റ്റി ആണ് ക്രിയേറ്റീവ് പറയുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 60 ആണ് വരുന്നത്. 60 ആണ് വരുന്നത്. അടുത്തത് ഡേറ്റ അനലിറ്റിക്സും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെയും കുറിച്ചാണ്. അപ്പൊ നമുക്ക് ഡേറ്റ അനലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെയും കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് മുഴുവൻ ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും. ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമല്ല, നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോ നമുക്ക് ഡുവൽ സർട്ടിഫിക്കേഷൻ ഉണ്ട്, റിയൽ ടൈം പ്രോജക്റ്റ് തരുന്നുണ്ട്. അതുപോലെ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജോലി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ തന്നെ ജോലി നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്ന രീതിയിലായിരിക്കും നമുക്ക് മൊത്തത്തില് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ ജോലി നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും. ഡുവൽ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ റിയൽ ടൈം പ്രോജക്ട്സ് ഒക്കെ നമ്മൾ ഇവിടുന്ന് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണം താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ നമുക്കൊരു
ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്തേക്കുക. അപ്പൊ എന്നിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ആ ലിങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി, അവർ കോൺടാക്ട് ചെയ്യും. കരുണ ദി പവർ ഓഫ് കമ്പാഷൻ എന്ന പുസ്തകം രചിച്ചത് അമർത്യ സെൻ, കൈലാസ് സത്യാർത്ഥി, മലാല യൂസഫ് സായ്, ശശി തരൂർ. കരുണ ദി പവർ ഓഫ് കമ്പാഷൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആരാണ്? യെസ്, ബി ആണ്. ജയസ് ഡാർക്ക് വെബ്, മനീഷ്, അശ്വതി ക്രിയേറ്റീവ്. യെസ്, ആൻസർ ഓപ്ഷൻ ബി ആണ്. കൈലാസ് സത്യാർത്ഥി ആണ്. അടുത്ത 2026 മാർച്ചിൽ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യം ശ്രീലങ്ക, ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ. ഏത് രാജ്യമാണ് ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യം? ഏത് രാജ്യമാണ് ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ബി ആണ്. വി ഫോർ ബ്ലോഗ്, കണ്ണുണ്ണി ബി ആണ്. ക്രിയേറ്റീവ് ബി ആണ്. അശ്വതി ബി ആണ്. ഡാർക്ക് വെബ് ബി ആണ്. മനീഷ് ബി ആണ്. ഗോപിക ബി ആണ്. ആരാധ്യ ബി ആണ്. ജയസ് ബി ആണ്. ലിബിനി ബി ആണ്. സ്കറിയ ബി ആണ്. യെസ്, ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്, ഫിലിപ്പൈൻസ് ആണ്. അടുത്തത് 2026 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം അഫ്ഗാനിസ്ഥാൻ, സിറിയ, പാകിസ്ഥാൻ, ഇറാഖ്. 2026 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? കറിയ സി ആണ്. കണ്ണുണ്ണി പാകിസ്ഥാൻ, ക്രിയേറ്റീവ് സി ആണ്. വി ഫോർ ബ്ലോഗ് സി ആണ്. ഡാർക്ക് സി ആണ്. ആരാധ്യ സി ആണ്. ഇന്ത്യ 13. ഓക്കെ, അശ്വതി സി ആണ്. ലിബിനി സി ആണ്. ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്, പാകിസ്ഥാൻ ആണ്. അടുത്തത് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അടുത്തിടെ പിന്മാറിയ രാജ്യം ഏതാണ്? ബ്രസീൽ, ചിലി, മെക്സിക്കോ, അർജന്റീന. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അടുത്തിടെ പിന്മാറിയ രാജ്യം. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അടുത്തിടെ പിന്മാറിയ രാജ്യം ഏതാണ്? ക്രിയേറ്റീവ് അർജന്റീന, ഡാർക്ക് വെബ് ഡി ആണ്. ആരാധ്യ ഡി ആണ്. ഡോൺ പോൾസൺ ഡി ആണ്. അശ്വതി ഡി ആണ്. വി ഫോർ ബ്ലോഗ് ഡി ആണ് വരുന്നത്. ലിബിനി ഡി ആണ്. ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന്. ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ്, അർജന്റീനയാണ് വരുന്നത്. അർജന്റീനയാണ് വരുന്നത്. അടുത്തത് ഇന്ത്യയുടെ വ്യാവസായിക വികസനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ലവ്യ പദ്ധതിയുടെ പൂർണ്ണരൂപം എന്താണ്? ഭാരത് ഔദ്യോഗിക വികാസ് യോജന, ഭാരത് ലോജിസ്റ്റിക് വികാസ് യോജന, ഭാരത് ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ്, ഭാരത് നിർമ്മാൺ യോജന. എന്താണ് ലവ്യ പദ്ധതിയുടെ പൂർണ്ണരൂപം? എന്താണ് ലവ്യ പദ്ധതിയുടെ പൂർണ്ണരൂപം, ഫുൾ ഫോം?
യെസ്, ലവ്യ അല്ല, എ ആണ്. ഭവ്യാണ്. ഭാരത് ഔദ്യോഗിക വികാസ് യോജന, ഭവ്യാണല്ലേ? ഇത് നോക്കട്ടെ, ലവ്യ നോക്കട്ടെ. ഏകലവ്യ എന്നാണുള്ളത്. ഭാരത് ഔദ്യോഗിക് വികാസ് യോജനയാണ് ഭവ്യയുടെ ഫുൾ ഫോം. ഓക്കെ, അപ്പോ ഇതന്നെയാണ് ലവ്യ, മീൻസ് ഭവ്യാണ്. ഓക്കെ, ശരിയാക്കാം. ഭവ്യാണ് കേട്ടോ, ലവ്യ അല്ല. ഓക്കെ, ഫൈൻ. ഇത്രയാണ് നമുക്ക് ഇന്ന് ഉള്ളത്. അപ്പൊ വീണ്ടും ഇന്ന് വൈകുന്നേരം കാണാം 8 മണിക്ക് കേട്ടോ. ബൈ.